Hello, welcome to Earnest Academy's YouTube channel. Kerala Water Authority Overseer Grade 3 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കേരള PSC വിളിച്ചിട്ട് ഒരു 2 വർഷത്തിലേറെയായിട്ടുണ്ട്. വളരെ വേക്കൻസികളുള്ള ഒരു പോസ്റ്റാണിത്. മെക്കാനിക്കൽ സിവിലിൽ ITI BTech ഡിപ്ലോമ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് വളരെ നല്ലൊരു അവസരമാണ്. ഏറെ നാൾ കാത്തിരുന്നൊരു അവസരമെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. സോ ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്തവർ വേണ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് PSCയുടെ പോർട്ടലിൽ ഈ അടുത്തിടയിൽ അപ്ലോഡ് ചെയ്യാൻ PSC ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും അപ്ലോഡ് ചെയ്തുവെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ വൈകാതെ തന്നെ PSC ഇതിൻ്റെ എക്സാംസ് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. മെക്കാനിക്കൽ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ആ യൂട്യൂബ് വീഡിയോസ് പഠിക്കാനായി ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മെക്കാനിക്കൽ ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ടോപ്പിക്ക് നോക്കാം. സോ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ. സോ എന്താണ് മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇലക്ട്രിസിറ്റിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വീടുകളിൽ എത്തുന്നത് എങ്ങനെയാണ്? ട്രാൻസ്മിഷൻ ലൈൻസ് വഴിയാണ്. സോ ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പവറിനെ നമ്മുടെ വീടുകളിൽ എത്തിക്കാൻ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവറിനെ വേറൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന എലമെൻറ്റ്സിനെയാണ്. സോ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എലമെൻറ്റ്സിൻ്റെ അകത്ത് വരുന്നത് ഷാഫ്റ്റ്സ് ആൻഡ് കപ്ലിംഗ്, പവർ സ്ക്രൂസ്, ഗിയർ ഡ്രൈവ്സ്, ബ്രേക്സ് ആൻഡ് ക്ലച്ചസ്, ബെൽറ്റ് റോപ്സ് ആൻഡ് പുള്ളീസ്, ചെയിൻസ് ആൻഡ് സ്പ്രോക്കറ്റ്സ് ആണ്. കേരള വാട്ടർ അതോറിറ്റി OCR ഗ്രേഡ് 3യുടെ സിലബസിൽ മുൻ സിലബസുകളിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഗിയർ ഡ്രൈവ്സും ബെൽറ്റ് റോപ്സ് ആൻഡ് പുള്ളീസും പിന്നെ ചെയിൻ ഡ്രൈവ്സും ആയിരുന്നു. സോ നമുക്ക് ഇന്ന് ഗിയർ ഡ്രൈവ്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഗിയർ ഡ്രൈവ്സ്? സോ ഈ ഗിയർ ഡ്രൈവ്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ട്, ഇതൊരു ഷാഫ്റ്റാണ്. ഓക്കെ, ഈ ഷാഫ്റ്റ് ഇലക്ട്രിക്കലി ഒരു മോട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഈ ഗിയർ എന്ത് ചെയ്യും? കറങ്ങും. സോ ഈ ഗിയറിലുള്ള ഈ ടൂത്തുകൾ ഈ ഗിയറിലെ ടൂത്തുകളുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? മെഷ് ചെയ്തിരിക്കുകയാണ്. സോ ഈ മോട്ടർ ഈ ഷാഫ്റ്റിനെ കറങ്ങുകയും ഒപ്പം ഈ ഗിയർ കറങ്ങുകയും ഈ ഗിയർ ഈ മെഷ് ചെയ്തിരിക്കുന്ന ഈ ഗിയറിനെ കറക്കുകയും സോ ഈ ഗിയർ കറങ്ങുമ്പോൾ നമുക്ക് ഈ ഷാഫ്റ്റിൽ എന്ത് ചെയ്യും? പവർ ലഭ്യമാവും. സോ ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്ത പവറിനെ എന്ത് ചെയ്യുന്നു? ഈ ഷാഫ്റ്റിലേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നു. സോ എന്താണ് മെക്കാനിക്കൽ ഡ്രൈവ്സും എന്താണ് ഗിയർ ഡ്രൈവ്സും ഇനി നമുക്ക് നോക്കാം. മെക്കാനിക്കൽ സിസ്റ്റംസ് ദാറ്റ് ഡ്രൈവ് ഓർ റൺ അതർ സിസ്റ്റംസ്, ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത പവറിനെ എന്ത് ചെയ്യുന്നു? ഈ ഷാഫ്റ്റിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ? സോ അങ്ങനെയുള്ള സിസ്റ്റംസിനെ നമുക്ക് എന്ത് പറയാം? മെക്കാനിക്കൽ ഡ്രൈവ്സ് എന്ന് പറയാം. സോ ഈ മെക്കാനിക്കൽ ഡ്രൈവ്സിൽ ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ വേറൊരു പോയിന്റിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഗിയർ യൂസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ഗിയർ ഡ്രൈവ്സ് എന്ന് പറയാം. സോ ഗിയർ ഡ്രൈവ്സ് എന്ന ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗിയർ ഡ്രൈവ്സ് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. സോ ഗിയർ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ആവശ്യങ്ങൾക്കാണ്. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ടോർക്ക്, ഡയറക്ഷൻ. സോ വണ്ടികളുടെ സ്പീഡ് മാറ്റാനായിട്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലേ? സോ സ്പീഡ് കൺട്രോളിൽ നമ്മൾ ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ കയറ്റമൊക്കെ കയറുമ്പോൾ കൂടുതൽ പവർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗിയർ യൂസ് ചെയ്യാറുണ്ട്. സോ പവറിനെ നമുക്ക് ടോർക്കായിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. സോ ടോർക്കിന് അതേപോലെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ കിട്ടുന്ന പവറിനെ വേറൊരു ഡയറക്ഷനിലേക്ക്, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ X ഡയറക്ഷനിൽ കിട്ടുന്ന ഒരു പവറിനെ നമുക്ക് Y ഡയറക്ഷനിലേക്ക് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യാം. ഒരിക്കലും നമുക്ക് ഒരു ഗിയർ ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. 2 ഗിയറുകൾ മെഷ് ചെയ്യുമ്പോഴാണ് അതൊരു ഗിയർ ഡ്രൈവായിട്ട് ആക്ട് ചെയ്യുന്നത്. മെഷിങ് എന്ന് പറയുന്നത് ഒരു ടൂത്ത് മറ്റൊരു ഗിയറിൻ്റെ ടൂത്തുമായിട്ട് എൻഗേജ്മെൻറ്റ് നടക്കുന്നതിന് എന്താണ്? മേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? എന്താണ്? മേറ്റിംഗ് അല്ലെങ്കിൽ മെഷിങ് എന്ന് പറയും. സോ 2 ഗിയർ മെഷ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പവർ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗിയറിൻ്റെ ടെർമിനോളജിയെ പറ്റിയാണ്. എന്താണ് ഗിയറിൻ്റെ ടെർമിനോളജി? സോ ഗിയർ ടൂത്തുകളുടെ ഡയമെൻഷൻസ് അല്ലെ ഗിയറിൻ്റെ ഓവറോൾ ഡയമെൻഷൻസ് മാറുന്നതനുസരിച്ച്
അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി, പവർ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് എല്ലാം എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഗിയറുകളുടെ എല്ലാ ഭാഗവും, അതായത് ഓരോ പാർട്സിൻ്റെ ഡയമെൻഷൻസ്, അത് ഈ ടൂത്തുകളുടെ കനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ ആയിക്കോട്ടെ, ഈ ഗിയറിൻ്റെ ഡയമീറ്റർ ആയിക്കോട്ടെ, എന്താണ് ഡിസൈനിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമേറിയ ഒരു കാര്യമാണ്. സോ ഗിയർ ടെർമിനോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗിയർ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്, ഗിയറിൻ്റെ ഓരോ പാർട്സിനെ നമ്മൾ നെയിം ചെയ്യുന്നതിനെയാണ് ഗിയർ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഗിയർ ടെർമിനോളജി എന്ന് പറയുന്നത്. സോ എല്ലാ എക്സാംസിനും ഈ ഒരു പോർഷൻ നിങ്ങളുടെ സിലബസിൻ്റെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ബൈ ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്കൊരു 1 to 2 ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഗിയർ നോമൻക്ലേച്ചറിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാം. സോ നമ്മൾ ഗിയർ നോമൻക്ലേച്ചറിൽ ബേസിക്കായിട്ട് എന്താണ്, ഗിയർ ടൂത്തുകളുടെ താഴെ കൂടെ ഒരു സർക്കിൾ വരയ്ക്കും, പിന്നെ ഗിയർ ടൂത്തുകളുടെ മുകളിൽ കൂടെ ഒരു സർക്കിൾ വരയ്ക്കും. സോ ഗിയർ നോമൻക്ലേച്ചർ ഇവിടെ കാണുന്നത് ഈ താഴെ കൂടെ വരച്ചിരിക്കുന്ന സർക്കിള്, പിന്നെ ഈ മുകളിൽ കൂടെ വരച്ചിരിക്കുന്ന സർക്കിളാണ്. സോ നമുക്ക് ഇനിയും ഈ ടൂത്തുകളെ, നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന ടൂത്തുകളെയാണ് ഞാനിവിടെ എന്ത് ചെയ്തേക്കുന്നത്, എൻലാർജ് ചെയ്ത് വരച്ചേക്കുന്നത്. സോ ഗിയർ ടൂത്തുകളുടെ താഴെക്കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെ നമ്മൾ പറയുന്നതാണ് ഡിഡൻഡം സർക്കിൾ. എന്താണ് ഡിഡൻഡം സർക്കിൾ? ഓക്കെ. അതേപോലെ ഗിയർ ടൂത്തുകളുടെ മുകളിൽ കൂടെ വരയ്ക്കുന്ന സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡൻഡം സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും അതേപോലെ ഈ ഗിയർ ടൂത്തുകളുടെ സെൻറ്ററിലൂടെ നമ്മൾ വരയ്ക്കുന്ന സർക്കിളിനെ നമുക്ക് എന്ത് പറയാം, പിച്ച് സർക്കിൾ എന്ന് പറയാം. എന്താണ് പിച്ച് സർക്കിൾ? ഓക്കെ, പിച്ച് സർക്കിൾ. സോ ഒരു ഗിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 സർക്കിളിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെങ്കിൽ ഇനിയും പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ. സോ ഈ പിച്ച് സർക്കിൾ ഇതാണെങ്കിൽ, ഈ പിച്ച് സർക്കിളിൽ നിന്ന് ഈ അഡൻഡം സർക്കിൾ വരെയുള്ള ഈ റേഡിയൽ ഡിസ്റ്റൻസിനെ, ഇതിനെ എന്താണ് പറയുന്നത്, റേഡിയൽ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം, അഡൻഡം എന്ന് പറയാം. എന്താണ് അഡൻഡം? ഓക്കെ. അപ്പോൾ എന്താണ് ഡിഡൻഡം? പിച്ച് സർക്കിളിൽ നിന്നും നമ്മുടെ ഡിഡൻഡം സർക്കിൾ വരെയുള്ള റേഡിയൽ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയൽ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം, ഡിഡൻഡം എന്ന് നമുക്ക് പറയാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 ഗിയറുകൾ മെഷ് ചെയ്യുന്ന സമയത്ത്, ഇതൊരു ഗിയറാണ്. ഞാൻ മുമ്പേ കാണിച്ചതുപോലെ ഇപ്പോൾ ഈ 2 ഗിയറുകൾ എന്താണ്, മെഷ് ചെയ്തേക്കുകയാണ്. സോ അതേപോലെ തന്നെ ഈ 2 ഗിയറുകൾ മെഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പിച്ച് സർക്കിൾ ഈ കാണുന്നതാണ് പിച്ച് സർക്കിൾ. സോ അതിൻ്റെ പിച്ച് സർക്കിളിലായിരിക്കും ഈ 2 ഗിയറുകളും കൂടെ ഒരു പോയിൻറ്റ് കോണ്ടാക്റ്റ് വരുന്നത്. 2 ഗിയറുകൾ മേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും. ഒരിക്കലും 2 ഗിയറുകൾ മേറ്റ് ചെയ്യുന്നത് ലൈൻ കോണ്ടാക്റ്റോ സർഫസ് കോണ്ടാക്റ്റോ ആയിരിക്കത്തില്ല, കാരണം ഫ്രിക്ഷണൽ എഫക്ട്സ് അവിടെ കൂടുതലാണ്. സോ 2 ഗിയറുകൾ മേറ്റ് ചെയ്യുന്നത് ഒരു പോയിൻറ്റ് കോണ്ടാക്റ്റിലാണ്. ആ പോയിൻറ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് 2 ഗിയറുകളുടെയും പിച്ച് സർക്കിൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിൻറ്റിനെ നമുക്ക് എന്ത് പറയാം, പിച്ച് പോയിൻ്റ്. എന്താണ് പിച്ച് പോയിൻ്റ് എന്ന് നമുക്ക് പറയാം. സോ ഈ പോയിൻറ്റിനെ നമുക്ക് എന്ത് പറയാം, പിച്ച് പോയിൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പോയിൻ്റ് എന്നും നമുക്ക് പറയാവുന്നതാണ്, കോണ്ടാക്റ്റ് പോയിൻ്റ്. സോ നമ്മളിപ്പോൾ പുതിയൊരു ടൈം പഠിച്ചു, പിച്ച് പോയിൻ്റ് ഓർ കോണ്ടാക്റ്റ് പോയിൻ്റ്. അപ്പോൾ പിച്ച് സർക്കിൾ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരു ഗിയറിൻ്റെ സെൻട്രിൽ കൂടെ പോകുന്ന ഒരു ഗിയർ ടൂത്തിൻ്റെ സെൻട്രിൽ കൂടെ പോകുന്ന സർക്കിളിനെയാണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇറ്റ് ഈസ് എ മീൻ ഓർ ദ ആവറേജ് സർക്കിൾ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ മീൻ ഓർ ദ ആവറേജ് സർക്കിൾ എന്ന് പറയാം. ആ സർക്കിളിൻ്റെ ഡയമീറ്ററിനെ നമുക്ക് പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്നാണ് പറയുന്നത്. ഇനി ഈ 2 ഗിയറുകളും ഗിയർ നമ്പർ 1 ആൻഡ് ഗിയർ നമ്പർ 2 മീറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണെന്ന് പറഞ്ഞു അല്ലേ, ഒരു കോമൺ പോയിന്റിലാണെന്ന് പറഞ്ഞു. ഈ കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ 2 ഗിയറുകൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് റോളിംഗ് ആക്ഷൻ പോസിബിൾ ആകുന്നത്. സോ റോളിംഗ് ആക്ഷൻ്റെ ടൈമിൽ ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട് പിച്ച് സർക്കിളിന്. ആ ഡെഫിനിഷനും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം പിച്ച് സർക്കിളിൻ്റെ ഈ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാറുള്ളത്. സോ ആ ഡെഫിനിഷൻ നമുക്ക് എന്താണ്
എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഇമാജിനറി സർക്കിൾ ബൈ വിച്ച് പ്യുവർ റോളിംഗ് ആക്ഷൻ വുഡ് ഗീവ് ദ സെയിം മോഷൻ ഓഫ് ദ ആക്ച്വൽ ഗിയർ. എന്താണ്? ഇറ്റ് ഈസ് എ ഇമാജിനറി സർക്കിൾ ബൈ വിച്ച് പ്യുവർ റോളിംഗ് ആക്ഷൻ വുഡ് ഗീവ് ദ സെയിം മോഷൻ ഓഫ് ദ ആക്ച്വൽ ഗിയർ. അതായത് രണ്ട് ഗിയറുകളും കൂടെ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യും, അതതിൻ്റെ പിച്ച് പോയിന്റ് ആണെന്നും രണ്ട് പിച്ച് സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് പിച്ച് പോയിന്റ് എന്നും അങ്ങനെ മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു റോളിംഗ് ആക്ഷൻ കിട്ടുന്നതെന്നും നമുക്കറിയാം. സോ ആ റോളിംഗ് ആക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇറ്റ് ഈസ് ദ ഇമാജിനറി സർക്കിൾ ബൈ വിച്ച് പ്യുവർ റോളിംഗ് ആക്ഷൻ വുഡ് ഗീവ് ദ സെയിം മോഷൻ ഓഫ് ദ ആക്ച്വൽ ഗിയർ. സോ ഈ ഡെഫിനിഷൻ നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് വെക്കുക. PSCയിൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കൂടുതലും പിച്ച് സർക്കിളിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് എന്താണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ? അത് വളരെ സിമ്പിളാണ്. ഈ കാണുന്നതാണ് പിച്ച് സർക്കിൾ. ഇതിൻ്റെ ഡയമീറ്റർ ഈ പിച്ച് സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഈ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്ററിനെയാണ് എന്ത്? പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് അറിയാം. ഇനിയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ബേസ് സർക്കിൾ. ഒരു ടൂത്ത് നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇനിയും ടൂത്തിനെ നമുക്ക് വേറെ ഒരു കർവിൽ കട്ട് ചെയ്യാം. സോ ഈ ടൂത്തിൻ്റെ കർവ് നമ്മൾ കട്ട് ചെയ്യുമ്പം നമ്മൾ ആദ്യമേ ഒരു വർക്ക് പീസ് കാണുമല്ലോ, നമുക്ക് ആ വർക്ക് പീസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൂത്ത് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓരോ പ്രൊഫൈലിനും ഇതൊരു പ്രൊഫൈലാണ്, ഇത് വേറൊരു പ്രൊഫൈലാണ് ടീത്തിൻ്റെ. സോ ഓരോ പ്രൊഫൈലും കട്ട് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ എന്ത് വേണം? ഡയമീറ്ററുള്ള ഒരു റോ മെറ്റീരിയൽ നമുക്ക് വേണം. സോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് നമുക്ക് വേണം. സോ ഒരു ഇൻവല്യൂട്ട് പ്രൊഫൈൽ, ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇൻവല്യൂട്ട് പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിനെ നമുക്കൊരു കർവുള്ള ടൂത്താണ് അല്ലേ. ഈ ഇൻവല്യൂട്ട് പ്രൊഫൈൽ കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഒരു ഡയമീറ്ററിനെ നമുക്ക് എന്ത് പറയാം? ബേസ് ഡയമീറ്റർ എന്ന് പറയാം. അപ്പം നിങ്ങൾ അത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പ്രൊഫൈലിനെ റെഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയമീറ്ററാണ് എന്ത്? ബേസ് സർക്കിൾ. എന്താണ്? ബേസ് സർക്കിൾ. ഓക്കെ, പിച്ച് സർക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ ബേസ് സർക്കിൾ. പിച്ച് സർക്കിൾ പ്യുവർ റോളിംഗ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ബേസ് സർക്കിൾ ഗിയർ ടൂത്തിൻ്റെ ഇൻവല്യൂട്ട് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിച്ച് പോയിന്റ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ഗിയറുകളും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ്. ആ കോമൺ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ഗിയറുകളുടെയും പിച്ച് സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. സോ അതിനെ നമുക്ക് എന്ത് പറയാം? പിച്ച് പോയിന്റ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ കോമൺ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു പിച്ച് സർക്കിൾസ്. എന്താണ്? ഇറ്റ് ഈസ് എ കോമൺ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു പിച്ച് സർക്കിൾസ്. രണ്ട് ഗിയറുകളും മേറ്റ് ചെയ്യുന്നത് ഒരു കോമൺ പോയിന്റിലാണെന്നും ആ കോമൺ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ഗിയറുകളുടെയും പിച്ച് സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണെന്നും നമുക്കറിയാം. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ് പിച്ച് പോയിന്റ്. ഇനി എന്താണ് അഡൻഡം, എന്താണ് ഡിഡൻഡം? ഞാൻ മുമ്പേ തന്നെ ഗിയർ നോമൻക്ലേച്ചറിൻ്റെ ഫസ്റ്റ് സ്ലൈഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗിയർ ടൂത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന സർക്കിളാണ് എന്ത്? അഡൻഡം സർക്കിൾ. ഗിയർ ടൂത്തിൻ്റെ താഴ്വശത്തോടെ പോകുന്ന സർക്കിളാണ് ഡിഡൻഡം സർക്കിൾ. ഗിയർ ടൂത്തിൻ്റെ സെൻട്രിൽ കൂടെ പോകുന്ന സർക്കിളാണ് എന്ത്? പിച്ച് സർക്കിൾ. സോ അഡൻഡം എന്ന് പറയുന്നത് എന്താണ്? അഡൻഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഡിയൽ. എന്താണ്? റേഡിയൽ. ഇറ്റ് ഈസ് എ റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് എ ടൂത്ത് ഫ്രം ദ പിച്ച് സർക്കിൾ ടു ദ ടോപ്പ് ഓഫ് എ ടൂത്ത്. ഇനി എന്താണ് ഡിഡൻഡം? ഡിഡൻഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് ടൂത്ത് ഫ്രം ദ പിച്ച് സർക്കിൾ ടു ദ ബോട്ടം ഓഫ് ദ ടൂത്ത്. അതായത് ടൂത്തിൻ്റെ ബോട്ടത്തിൽ നിന്നും പിച്ച് സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? ഡിഡൻഡം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? സർക്കുലർ പിച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർക്കുലർ പിച്ച്. ഞാൻ ഈ ഇവിടെ ഒരു ഗിയർ കാണിച്ചിട്ടുണ്ട്, ഗിയർ ടൂത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ടൂത്ത് ഒന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. സോ ഈ ടൂത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഇത്. അതേപോലെ അടുത്ത ടൂത്തിൻ്റെ കറസ്പോണ്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ. സോ ഈ ടൂത്തിൻ്റെ ഈ പോയിന്റിൽ നിന്നും അടുത്ത ടൂത്തിൻ്റെ കറസ്പോണ്ടിങ് പോയിൻ്റ് വരെയുള്ള എന്താണ്? ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിച്ച് സർക്കിൾ വഴി എടുക്കുന്ന ഡിസ്റ്റൻസ്. നമ്മൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിച്ച് സർക്കിളിലൂടെ നമ്മൾ എടുക്കുന്ന ഒരു ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു സർക്കംഫറൻസിനെ നമുക്ക് എന്ത് പറയാം? സർക്കംഫറൻസിലുള്ള ഡിസ്റ്റൻസിനെയാണ് സർക്കുലർ പിച്ച് എന്ന് പറയുന്നത്. സോ ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ പിച്ച് സർക്കിൾ ഫ്രം എ പോയിൻ്റ് ഓഫ് വൺ ടൂത്ത് ടു ദ കറസ്പോണ്ടിങ് പോയിൻ്റ് ഓൺ ദ നെക്സ്റ്റ് ടൂത്ത്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ പിച്ച് സർക്കിൾ. അതായത് പിച്ച് സർക്കിളിലൂടെ മെഷർ ചെയ്യുന്ന
ഒരു സർക്കംഫറൻസിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പം ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? സോ ഇനിയും ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ റെഫർ ചെയ്യുന്നത് നമ്മൾ പി സി എന്നാണ്. എന്താണ് പി സി? പിച്ച് സർക്കിൾ പി സഫിക്സ് ഡി ആണ്. പൈ ഡി ബൈ എൻ. എന്താണ് പൈ ഡി ബൈ എൻ? ഡി എന്ന് പറയുന്നത് പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ബേസിക്കലി നമുക്കൊരു ഗിയറിന് നമ്മൾ 3 സർക്കിൾസ് ആണ്: അഡൻഡൻ സർക്കിൾ, ഡ്രെൻഡൻ സർക്കിൾ, പിച്ച് സർക്കിൾ. സോ പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് നമ്മൾ ഗിയർ ഡിസൈനും എല്ലാം കൂടുതലും എന്താണ് കൺസിഡർ ചെയ്യുന്നത്. പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് ഒരു റെഫറൻസ് ഡയമീറ്റർ ആയിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറുള്ളത്. സോ ആ ഡയമീറ്റർ ആണ് നമ്മുടെ എല്ലാ ഫോർമുലയിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സർക്കുലർ പിച്ചിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞത് പൈ ഡി ബൈ എൻ. ഈ പൈ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഡി എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ഇനി എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൂത്ത്. എന്താണ് എൻ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ടൂത്ത്. അതേപോലെ തന്നെ ഈ ഡി ബൈ എന്നിനെ നിങ്ങൾക്ക് എം എന്ന് സൂചിപ്പിക്കാൻ പറ്റും. എം എന്ന് പറയുന്നത് മൊഡ്യൂളാണ്. അത് നെക്സ്റ്റ് സ്ലൈഡ്സിലുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ സ്ലൈഡ്സിലേക്ക് നമുക്ക് വീണ്ടും വരാവുന്നതാണ്. സോ സർക്കുലർ പിച്ചിൻ്റെ ഡെഫിനേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഫോർമുല നിങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. പൈ ഡി ബൈ എൻ. ഈ ഡി ബൈ എന്നിനെ നമുക്ക് എന്ത് പറയാം? മൊഡ്യൂൾ എന്ന് പറയാം. സോ പിച്ച് സർക്കിൾ അല്ലെ സർക്കുലർ പിച്ചിന് ഇപ്പോൾ 2 ഫോർമുലാസ് ആയിട്ടുണ്ട്: പൈ ഡി ബൈ എൻ അല്ലെങ്കിൽ പൈ എം. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡയമട്രിക്കൽ പിച്ച്. എന്താണ് ഡയമട്രിക്കൽ പിച്ച്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ടീത്ത് ടു ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റേഴ്സ്. സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞാൽ സർക്കുലർ പിച്ചിലൂടെ അല്ല പിച്ച് സർക്കിളിലൂടെയുള്ള സർക്കംഫറൻസിലുള്ള ഒരു ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഡയമട്രിക്കൽ പിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടീത്ത് ടു ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ. അതായത് സർക്കുലർ പിച്ചിൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ നമുക്ക് പറയാനൊക്കത്തില്ല, കാരണം അവിടെ ഒരു സർക്കുലർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് പൈയുടെ ടൈം വരുന്നുണ്ട്. ഇവിടെ സിംപ്ലി പൈ ഡി ഈസ് ഈക്വൽ ടു എൻ ബൈ ഡി. എന്താണ് എൻ ബൈ ഡി? ഡി ബൈ എൻ എന്താണെന്ന് നമുക്കറിയാം, മൊഡ്യൂളാണ്. സോ എൻ ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്താ? 1/m. സോ ഡയമട്രിക്കൽ പിച്ചിനെ അഗെയിൻ നമുക്ക് എങ്ങനെയൊക്കെ റെഫർ ചെയ്യാം? എൻ ബൈ ഡി വിച്ച് ഈസ് 1/m. മൊഡ്യൂൾ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ കാണാം. Next, what is module? Module, it is the ratio of the pitch circle diameters in millimeter to the number of teeth. അതായത് പിച്ച് സർക്കിൾ ഡയമീറ്ററിൻ്റെ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ, പിച്ച് സർക്കിളിൻ്റെ ഡയമീറ്റർ ടു ദ നമ്പർ ഓഫ് ടൂത്ത്. ഡി ബൈ എന്നിനെയാണ് ഒരു ഗിയറിൻ്റെ പിച്ച് സർക്കിൾ ഡയമീറ്ററിൻ്റെ ഡയമീറ്ററും അതിനെ നമ്പർ ഓഫ് ടൂത്ത് കൊണ്ട് ടീത്ത്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊഡ്യൂൾ കിട്ടും. 2 ഗിയറുകളും മെയ്റ്റ് ചെയ്യുന്ന സമയത്ത്, മെഷ് ചെയ്യുന്ന സമയത്ത് മുകളിൽ പറഞ്ഞ എല്ലാ ഡയമെൻഷൻസും മാറാം. അതായത് പിച്ച് സർക്കിൾ മാറാം, അഡൻഡം സർക്കിൾ മാറാം, അല്ലെ അഡൻഡം പിച്ച് സർക്കിളിൻ്റെ എന്താണ് അഡൻഡം ലെങ്ത് മാറാം, ഡിഡൻഡത്തിൻ്റെ ലെങ്ത് മാറാം. പക്ഷേ 2 ഗിയറുകൾക്കും എപ്പോഴും സെയിം ആയിട്ട് നിൽക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? മൊഡ്യൂൾ. സോ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? എം ഈസ് ഈക്വൽ ടു ഡി ബൈ എൻ. സോ ലാസ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഒന്നുകൂടെ പോകാം. ലാസ്റ്റ് സ്ലൈഡിൽ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പിച്ച് സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ ഡി ബൈ എൻ ആയിരുന്നു. ഡി ബൈ എൻ എന്താണ്? മൊഡ്യൂളാണ്. സോ പിച്ച് സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ ഡി ബൈ എൻ. അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? പൈ എം ആയിട്ട് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഡയമട്രിക്കൽ പിച്ച് എന്ന് പറയുന്നത് പി ഡി ഈസ് ഈക്വൽ ടു എൻ ബൈ ഡി ആയിരുന്നു. ആ എൻ ബൈ ഡി നമുക്കിപ്പോൾ എന്ത് മോഡ്യൂളിൻ്റെ ടേംസിലാക്കി മാറ്റാം? 1/m. ഓക്കെ. സോ സർക്കുലർ പിച്ച്, ഡയമട്രിക്കൽ പിച്ച്, മോഡ്യൂൾ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. സോ അടുത്തത് എന്ന് പറയുന്നത് ക്ലിയറൻസ് ആണ്. സോ നമ്മൾ ഗിയർ ടെർമിനോളജിയുടെ ലാസ്റ്റ് ടേംസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയും വരുന്ന ഒരു 4-5 ടേംസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് നോക്കാം. സോ ക്ലിയറൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലിയറൻസ് എന്ന് പറയുന്നത്, നിങ്ങളിവിടെ 2 ഗിയറുകൾ കാണുന്നുണ്ട് അല്ലേ? ഗിയറുകളുടെ ഫസ്റ്റ് ഗിയർ നമ്പർ 1, ഗിയർ 2 എന്ന് പറയുന്നത് ഇതാണ്. സോ 2 ഗിയറുകൾ മേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗിയറിൻ്റെ ടോപ്പ് പോർഷൻ മറ്റു ഗിയറിൻ്റെ റൂട്ട് പോർഷനിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല. ഇത് തമ്മിൽ എപ്പോഴും എന്തുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണുന്ന ഹൈലൈറ്റഡ് ഏരിയയാണ് നമ്മുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഗിയറിൻ്റെ ടൂത്ത് ടോപ്പ് പോർഷൻ ഒരിക്കലും മറ്റേ ഗിയറിൻ്റെ റൂട്ട് പോർഷൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന റൂട്ട് പോർഷനുമായിട്ട് പോയി കൂട്ടിമുട്ടാറില്ല. സോ ഇടയിൽ കാണുന്ന ഈ പോയിന്റ്, ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസിനെ ബേസിക്കലി നമുക്ക് എന്ത് പറയാം? ക്ലിയറൻസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയറൻസ് എന്ന് പറയാം. സോ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ക്ലിയറൻസ് എന്ന് പറയാം. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടൂത്ത് ടു ദ ബോട്ടം ഓഫ് ദ ടൂത്ത്
ഇൻ എ മെഷീൻ ഗിയർ. സോ ക്ലിയറൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയും അടുത്തത് ടോട്ടൽ ഡെപ്ത്. എന്താണ് ടോട്ടൽ ഡെപ്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ടോട്ടൽ ഡെപ്ത് ഇറ്റ് ഈസ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡൻഡം ആൻഡ് ദ ഡിഡൻഡം സർക്കിൾ ഓഫ് എ ഗിയർ. സോ അഡൻഡവും ഡിഡൻഡത്തിനെയും കൂടെ എന്താണ് ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഇതാണ് അഡൻഡം. സോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പിച്ച് സർക്കിള്, ഇതെന്താണ് അഡൻഡം സർക്കിൾ, ഇതെന്താണ് ഡിഡൻഡം സർക്കിൾ, ഇതാണ് ഡിഡൻഡം സർക്കിൾ. സോ പിച്ച് സർക്കിളിൽ നിന്ന് അഡൻഡം സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ അഡൻഡം എന്നും, പിച്ച് സർക്കിളിൽ നിന്നും ഡിഡൻഡം സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും, ഡിഡൻഡം എന്നും പറയും. സോ ഈ ഡിസ്റ്റൻസ് അഡൻഡം പ്ലസ് ഡിഡൻഡത്തിനെ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ ഡെപ്ത് എന്ന് പറയാം. സോ അത് ക്ലിയർ ആയിട്ടുണ്ട് എല്ലാവർക്കും. ഇനി നെക്സ്റ്റ് എന്താണ് വർക്കിംഗ് ഡെപ്ത്. സോ വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ അഡൻഡം സർക്കിൾ ടു ദ ക്ലിയറൻസ് സർക്കിൾ. സോ ക്ലിയറൻസ് സർക്കിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നോക്കിക്കാം, ക്ലിയറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ ടൂത്തിൽ ഈ ഇവിടെ കൂടെ കടന്നു പോകുന്ന ഈ ഒരു ഏരിയ കൂടെ കടന്നു പോകുന്ന സർക്കിൾ, അതായത് രണ്ട് ഗിയറുകൾ മെഷ് ചെയ്യുന്ന സമയത്ത് ഒരു തമ്മിലൊരു ഗ്യാപ്പുണ്ട്. അപ്പം ഈ ഗിയർ നമ്പർ 1ൻ്റെ ടൂത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ എവിടെ വന്നാണോ നിൽക്കുന്നത് അതിലൂടെ നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ക്ലിയറൻസ് സർക്കിൾ എന്ന് പറയാം. ഓക്കെ, സോ ഈ കാണുന്നതാണ് ഇവിടെ ക്ലിയറൻസ് സർക്കിൾ. രണ്ട് ഗിയറുകൾ മീറ്റ് ചെയ്തപ്പോൾ ആ മറ്റേ ഗിയറിന് ഇവിടെ വരെ വന്ന് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ടോട്ടൽ ഡെപ്തിൽ ഫുൾ വന്നതിന് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ക്ലിയറൻസ് സർക്കിളും എന്താണ് അഡൻഡം സർക്കിളും കൂടെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വർക്കിംഗ് ഡെപ്ത് കിട്ടും. സോ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, വർക്കിംഗ് ഡെപ്തും ടോട്ടൽ ഡെപ്തും. എപ്പോഴും ടോട്ടൽ ഡെപ്ത് വർക്കിംഗ് ഡെപ്തിനെക്കാട്ടിലും കൂടുതലാണ്. ഒരിക്കലും നമുക്ക് ടോട്ടൽ ഡെപ്തിൽ രണ്ട് ഗിയറുകൾ മേറ്റ് ചെയ്യുമ്പം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ് വർക്കിംഗ് ഡെപ്ത് എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത എന്ന് പറയുന്നത് ടൂത്ത് സ്പേസ് ആൻഡ് ടൂത്ത് തിക്നെസ്. സോ ടൂത്ത് സ്പേസും ടൂത്ത് തിക്നെസ്സും വളരെ എന്താണ് സിമ്പിളായിട്ടുള്ള ടേമാണ്. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ട്. ടൂത്ത് തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ പിച്ച് സർക്കിളിന് എലോങ് ആയിട്ട് ടൂത്തിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസും, ടൂത്ത് സ്പേസ് എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിളിന് എലോങ് ആയിട്ട് ഈ തമ്മിലുള്ള രണ്ട് ടൂത്തുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് ടൂത്ത് സ്പേസ് എന്ന് പറയുന്നത്. സോ ടൂത്ത് തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ടൂത്ത് മെഷേർഡ് അലോങ് ദ പിച്ച് സർക്കിൾ എന്നും, ടൂത്ത് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ടു അഡ്ജസൻറ്റ് ടീത്ത് മെഷേർഡ് അലോങ് ദ പിച്ച് സർക്കിളാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെഫിനിഷൻ ആ രീതിയിൽ തന്നെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സോ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ്. അടുത്തായിട്ട് വരുന്നത് ബാക്ക്ലാഷ് ആണ്. സോ എന്താണ് ബാക്ക്ലാഷ് എന്ന് നമുക്ക് നോക്കാം. രണ്ട് ഗിയറുകൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു കോമൺ പോയിന്റിൽ, അതായത് പിച്ച് പോയിന്റിൽ മീറ്റ് ചെയ്യും. അതിൻ്റെ അടുത്ത ഗിയറിൻ്റെ അടുത്ത ടൂത്തിൻ്റെ അടുത്ത പോയിന്റിൽ, അങ്ങേറ്റത്തെ പോയിന്റിൽ രണ്ട് ഗിയറുകൾ തമ്മിലൊരു സ്പേസ് കാണും. ഓക്കെ, ആ സ്പേസ് കാണാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ടൂത്ത് സ്പേസ് എന്താണ് ടൂത്ത് തിക്നെസ്സിനേക്കാളും കൂടുതലാണ്. സോ രണ്ട് ഗിയറുകൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ അത് കൂട്ടിമുട്ടുന്ന സമയത്ത് മറ്റൊരു പോയിന്റിൽ എന്താണ് ഒരു ഗ്യാപ്പ് കാണും. സോ ആ ഗ്യാപ്പിനെയാണ് എന്ത് ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. സോ ബാക്ക്ലാഷ് എന്താണ് നമുക്ക് ഡെഫിനിഷൻ വൈസ് നോക്കാം. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൂത്ത് സ്പേസ് ആൻഡ് ടൂത്ത് തിക്നെസ്. സോ ബാക്ക്ലാഷ് എന്ന് പറയുന്നത് ടൂത്ത് സ്പേസിൻ്റെയും ടൂത്ത് തിക്നെസ്സിൻ്റെയും ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, so moving on to the last definitions, face of the tooth, top land, flank of the tooth, face width. So ഇത് പറയാനായിട്ട് നമുക്ക് ആദ്യമേ എടുത്ത നോമൻക്ലേച്ചർ ആ ഫിഗർ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. സോ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് നമുക്ക് എന്താണ് പിച്ച് സർക്കിൾ അല്ലേ. സോ ഇതായിരുന്നു നമ്മുടെ പിച്ച് സർക്കിൾ അല്ലേ, പിച്ച് സർക്കിൾ. സോ ഈ പിച്ച് സർക്കിളിലൂടെ നമ്മൾ ഗിയറിനെ ഈ ഏരിയയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇതാണ് പിച്ച് സർക്കിൾ. ഈ പിച്ച് സർക്കിളിനെ റെഫറൻസ് ആക്കി നമ്മൾ ഈ ഗിയർ ടൂത്തിനെ ഈ ഒരു ഏരിയയിൽ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്താൽ ഈ പിച്ച് സർക്കിളിന് മുകളിലുള്ള ഏരിയാസിനെ നമ്മൾ എന്ത് പറയും, ഫേസ് എന്ന് പറയും. പിച്ച് സർക്കിളിന് താഴെയുള്ള ഈ ഏരിയ നമ്മൾ എന്ത് പറയും, ഫ്ലാങ്ക് എന്ന് പറയും. സോ പിച്ച് സർക്കിളിന് മേളിൽ വരുന്നതാണ് ഫേസ് എന്നും ഈ ഒരു ഏരിയ ഫേസ് എന്നും, പിച്ച് സർക്കിളിന് താഴെ വരുന്ന ഈ ഒരു ഏരിയയെ നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയും. അതേപോലെ എന്താണ് ടോപ്പ് ലാൻഡ് എന്നുള്ളത് നോക്കുക. ഗിയർ ടൂത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് ഈ ഒരു പോർഷനെ നമ്മൾ ടോപ്പ് ലാൻഡ് എന്ന് പറയും. ഈ ടൂത്തിൻ്റെ ഈ ഡയറക്ഷനിലുള്ള ലെങ്തിനെ നമ്മൾ എന്താണ് ഫേസ് വിഡ്ത്ത് എന്ന് നമ്മൾ പറയും. സോ ഡെഫിനിഷൻ വൈസ് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് ഫേസ് വിഡ്ത്ത് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഫേസ് വിഡ്ത്ത് എന്താണ്, ഫേസ് ഓഫ് ദ ടൂത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സർഫസ് ഓഫ് ദ ടൂത്ത് എബവ് ദ പിച്ച് സർഫസ്. സോ എബവ് ദ പിച്ച് സർഫസ് എന്താണ്, അത്
ഫേസ് ഓഫ് ദ ടൂത്ത് ആണ്. ഇനി എന്താണ് ഫ്ലാങ്ക് ഓഫ് ദ ടൂത്ത്? ഇറ്റ് ഈസ് ദ സർഫസ് ഓഫ് ദ ടൂത്ത് ബിലോ ദ പിച്ച് സർഫസ്. സോ ഇത് രണ്ടും കൂടെ ഒരേപോലെ പഠിക്കുക, ഫേസ് ഓഫ് ദ ടൂത്തും ഫ്ലാങ്ക് ഓഫ് ദ ടൂത്തും. പിന്നെ ടോപ്പ് ലാൻഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ സർഫസ് ഓഫ് ദ ടൂത്ത്, സർഫസ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടൂത്ത്. അതായത് ടൂത്തിൻ്റെ മുകളിലുള്ള ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പ് ലാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ ഫേസ് വിഡ്ത്ത് എന്താണ്, ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ഗിയർ ടൂത്ത് മെഷേർഡ് ടു ദ പാരലൽ ടു ഇറ്റ്സ് ആക്സിസ്. സോ ഇത്രയും ഡെഫിനിഷൻസ്, ഗിയർ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ഡെഫിനിഷൻസ് നിങ്ങൾ പഠിക്കുക. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഗിയർ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് ഇട്ട് തരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പോയിൻറ്റ് ഓഫ് ദ കോണ്ടാക്ട് ഓഫ് 2 പിച്ച് സർക്കിൾസ് ഓഫ് ദ മേറ്റിംഗ് ഗിയർ ഈസ് കോൾഡ് പ്രഷർ പോയിൻറ്റ്, പിച്ച് പോയിൻറ്റ്, മൊഡ്യൂൾ, കോണ്ടാക്ട് പോയിൻറ്റ്. സോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായത് 2 ഗിയറും കൂടെ മേറ്റ് ചെയ്യുന്നത് പിച്ച് സർക്കിളിലാണെന്നും ആ കോമൺ പോയിൻറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്, കോണ്ടാക്ട് പോയിൻ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് പിച്ച് പോയിൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആ കോണ്ടാക്ട് പോയിൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പിച്ച് പോയിൻറ്റ്. സോ ആൻസർ ഈസ് 2, പിച്ച് പോയിൻറ്റ്. ഇനി ദ സർക്കുലർ പിച്ച് ഓഫ് എ ഗിയർ ഈസ് ഗിവൺ ബൈ. ഇപ്പോൾ സർക്കുലർ പിച്ച്, ഡയമെട്രിക്കൽ പിച്ച് എന്ന് പറയുന്നത് ഒരു സർക്കംഫറൻസിൽ എടുക്കുന്ന ഒരു ഡിസ്റ്റൻസ് അല്ല. പക്ഷേ സർക്കുലർ പിച്ച് എന്ന് പറയുമ്പോൾ പിച്ച് സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. സോ ഒബ്വിയസ്ലി എന്താണ്, പൈയുടെ ടൈമിൽ അത് വരും, പൈയുടെ ടൈം അതിൽ വരും. സോ എല്ലാ ഓപ്ഷൻസിലും പൈ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള എന്താണ്, d/t, d/2t, 2πd/t, πd/3t. ഇപ്പോൾ നമ്മൾ പഠിച്ച ടൈം എന്ന് പറയുന്നത് എന്താണ്, πd/t ആണ്. എന്താണ് πd/t അല്ലെങ്കിൽ πm എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആൻസർ ഈസ് 1, πd/t. ഇനി അടുത്തത്, ദ മൊഡ്യൂൾ ഓഫ് ദ ഗിയർ ഈസ് ഗിവൺ ബൈ. എന്താണ് മൊഡ്യൂൾ എങ്ങനെയാണ് തരുന്നതെന്നുള്ളത്. സോ നമ്മുടെ ഡെഫിനിഷനിൽ ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ ടു ദ നമ്പർ ഓഫ് ടീത്ത്. ഇവിടെ നമ്പർ ഓഫ് ടീത്തിനെ അവർ റെഫർ ചെയ്തേക്കുന്നത് T വെച്ചിട്ടാണ്. സോ ആൻസർ എന്തായിരിക്കും, d/t ആയിരിക്കും. ഓപ്ഷനിൽ d/t എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷനാണ്. അവർ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: d/t, 2d/3, d/2t, d/3t. സോ ഓപ്ഷൻ ഈസ് d/t. സോ നമ്മൾ ഇന്ന് പഠിച്ചത് പവർ ട്രാൻസ്മിഷനാണ്. സോ പവർ ട്രാൻസ്മിഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പവർ ട്രാൻസ്മിഷന് യൂസ്ഫുൾ ആകുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഗിയർ ഡ്രൈവ്സ്, റോപ്പ് ഡ്രൈവ്സ്, ചെയിൻ ഡ്രൈവ്സ് ഇതൊക്കെയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഗിയർ ഡ്രൈവ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഗിയർ ഡ്രൈവ്സ്, ഗിയറിൻ്റെ നോമൻക്ലേച്ചേഴ്സ് എന്താണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടോപ്പിക്കും കൂടെ ബാലൻസ് ഉണ്ട്, ഗിയർ ക്ലാസിഫിക്കേഷൻ. സോ ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ ഈ നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ സിവിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ പഠിക്കുന്നവർ ചാനൽ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിപ്പറേഷൻസ് നിങ്ങൾ ഊർജിതമായിട്ട് കൊണ്ടുപോവുക. ഓൾ ദി ബെസ്റ്റ്.